കുറച്ച് വോട്ടിനും 4 സീറ്റിനും വേണ്ടി രാഷ്ട്രീയ ചെറ്റത്തരം കാണിക്കുന്നവരല്ല ഞങ്ങൾ. ഇത് പറഞ്ഞത് ആരാണ്? മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. അപ്പോൾ ഇന്ന് അത് തിരുത്തേണ്ടി വരുന്നത് അദ്ദേഹം അങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് കുറച്ച് വോട്ടിനും 4 സീറ്റിനും വേണ്ടി രാഷ്ട്രീയ ചെറ്റത്തരം കാണിക്കുന്നവരാണ് ഞങ്ങൾ എന്നാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ ആ നിലപാട് എടുക്കുന്ന ഘട്ടത്തിൽ സൂക്ഷിക്കേണ്ട ഒരു പറഞ്ഞ പോലുള്ള ഒരു ജനാധിപത്യപരമായ ഒരു ഭാവിയിലേക്കുള്ള ഒരു ചിന്ത ഇല്ലാതിരുന്നു കഴിഞ്ഞാലുള്ള പ്രശ്നമാണ്. കാരണം വെച്ചാൽ ആ നിലപാടിനെ അന്ന് എല്ലാവരും സ്വാഗതം ചെയ്തിരുന്നു, അല്ലെ? വലിയ തോതിൽ സ്വാഗതം ചെയ്തിരുന്നു. പിന്നെ കേരളത്തിലെ പുരോഗമന സംഘടനകൾ, അതുപോലെ തന്നെ പിന്നാക്ക സംഘടനകൾ, സ്ത്രീ സംഘടനകൾ, ഇങ്ങനെ തുടങ്ങി ഒരു ലിബറൽ ഇടതുപക്ഷം എന്ന് നമുക്ക് പറയാവുന്ന സകലരും സ്വാഗതം ചെയ്തൊരു കാര്യമായിരുന്നു. മാത്രമല്ല അതുവഴി നവോത്ഥാനത്തിന്റെ മൂല്യങ്ങളാണ് പുനരാനയിക്കപ്പെടുന്നത് എന്ന നിലയിൽ ഒരുപാട് ഷോകളും നടത്തി, അല്ലെ? നവോത്ഥാനം അതിൽ ഉൾപ്പെടെയുള്ള കാര്യം. അപ്പോൾ അതിനൊരു തിരിച്ചടി കിട്ടിക്കഴിഞ്ഞാൽ ഇലക്ട്രൽ രംഗത്ത് തിരിച്ചടി 2019 തെരഞ്ഞെടുപ്പ് ഫലം അപ്പാടെ ഇടതുപക്ഷത്തിന് എതിരായി മാറിയ 19-1 എന്ന നിലയിൽ മാറിയ സന്ദർഭത്തിൽ തന്നെ വിലയിരുത്തുകയാണ്. പല കാര്യങ്ങളുടെ കൂട്ടത്തിൽ ഇതുകൂടി ശബരിമലയിൽ സ്വീകരിച്ച നിലപാട് കൂടി തിരിച്ചടിയായി എന്ന് പാർട്ടി വിലയിരുത്തുകയാണ്. അതിന്റെ തുടർച്ചയായിട്ട് തന്നെയാണ്, അതിന്റെ ഏറ്റവും ഒടുവിലത്തെ തീരുമാനമാണ് ഇപ്പോൾ ഈ കാര്യത്തിൽ തിരിച്ചൊരു ആചാര സംരക്ഷണത്തിന് പണ്ഡിതന്മാരുടെ അഭിപ്രായം തേടണമെന്നുള്ള ഈ അഭിപ്രായം കോടതിയെ അറിയിക്കാൻ പോകുന്നത് എന്നത്. അപ്പൊ അതിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അന്ന് ഒരു ഗവൺമെന്റിന് സ്വീകരിക്കാവുന്ന നില അത് അനുവദിക്കുക എന്നുള്ളത് തന്നെയായിരുന്നു. കാരണം വെച്ചാൽ ഗവൺമെന്റ്, സുപ്രീം കോടതി ഒരു വിധി പുറപ്പെടുവിക്കുന്നു. അതിൽ പ്രധാനമായും സ്ത്രീകളുടെ അവകാശങ്ങൾ, സ്ത്രീകൾക്ക് വേണ്ട തുല്യത, ഭരണഘടനാപരമായ തുല്യത, അതൊക്കെ ഉന്നയിച്ചുകൊണ്ടുള്ള ഒരു വിധിയായിരുന്നു. ആ നിലയ്ക്ക് അതിനെ അനുകൂലിക്കുക, അതിനനുസരിച്ച് സ്ത്രീകൾക്ക് അവിടെ പ്രവേശനത്തിനുള്ള വഴിയൊരുക്കുക തുടങ്ങിയ കാര്യങ്ങളിലൊന്നും ഗവൺമെന്റ് തെറ്റിയില്ല. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് പ്രസ്താവന പുറപ്പെടുവിച്ചിട്ടുണ്ട്. സെക്രട്ടേറിയറ്റ് പുറപ്പെടുവിച്ച പ്രസ്താവന എന്താണ്? ഇത് പൂർണ്ണമായും അംഗീകരിക്കപ്പെടേണ്ടതാണ്, സർക്കാർ ഇത് നടപ്പാക്കണമെന്നാണ്. സർക്കാർ നടപ്പാക്കണമെന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് നിലപാടെടുത്തു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? അതിനോടുള്ള രാഷ്ട്രീയ നിലപാടാണ്. മറ്റേ ഭരണപരമായ നിലപാട് മാറ്റിവെക്കാം, രാഷ്ട്രീയമായ അവർ ആ നിലപാടെടുത്ത ആ നിലപാട് ഏത് ഫോറത്തിൽ CPM പിന്നീട് തിരുത്തി? ഏത് പാർട്ടി കോൺഗ്രസിൽ, ഏത് സംസ്ഥാന സമ്മേളനത്തിൽ, എപ്പോൾ, എവിടെ വെച്ച് അങ്ങനെ ഒരു നിലപാടിൽ മാറ്റം വരണം, ഇനി ഞങ്ങൾ ഈ പറഞ്ഞ ആചാര സംരക്ഷണത്തിന്റെ കൂടെയാണ് എന്ന നിലയിൽ എവിടെയെങ്കിലും തിരുത്തിയിട്ടുണ്ടോ? അപ്പൊ ഇന്നിപ്പോ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി പറയാ പഴയ നിലപാട് തന്നെയാണ് ഞങ്ങൾക്ക്. ഏത് നിലപാട്? അവിടെ സത്യവാങ്മൂലം കൊടുത്ത നിലപാടിന്റെ കാര്യമാണോ പറയുന്നത്? VS-ന്റെ കാലത്തെ ആ നിലപാടിൽ തന്നെയാണ് ഞങ്ങൾ ഇപ്പോൾ എന്നാണോ പറയുന്നത്? അപ്പൊ സെക്രട്ടേറിയറ്റ് പുറത്തിറക്കിയ പ്രസ്താവനയിലെ നിലപാടോ? എനിക്കെന്നെ തോന്നുന്നു